ഗായ്സ് ലൈറ്റിംഗ് ഇച്ചിരി പ്രശ്നമാണ്. നമുക്കിന്ന് മീൻ മുറിക്കാം. കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് നമ്മൾ. സോ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഞണ്ടിലാണ്. സംഭവം എനിക്ക് ഞണ്ട് വെട്ടാൻ അറിയാം. ഇന്നൊരു സ്പെഷ്യൽ ഞണ്ടാണ്. ഇതിൻ്റെ കളർ മാറും. ഇത് നമ്മൾ മുറിക്കുന്ന ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ എന്തോ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എൻ്റെ ഒരു ട്യൂട്ടോറിയൽ നോക്കാം. ഈ ആദ്യം ഞണ്ടിന് നമ്മൾ ഇതെവിടെ ഇടണം? നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ചട്ടിയിൽ ഞണ്ടിടുക. ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഞണ്ടിടണേ. ഇതിൻ്റെ കാലങ്ങളെല്ലാം എടുക്കും. ചിലവരിത് കളയാമെന്ന് ഞാൻ കണ്ടു. ഇതിനകത്ത് മാംസം ഇല്ലെന്ന്. പക്ഷെ ഇതിനകത്ത് മാംസമുണ്ട് ഗൈസ്. ഐ നോ ദാറ്റ്. യാ ഇല്ലേ അമ്മ, ഇതിനകത്ത് മാംസം ഇല്ലേ? നമ്മൾ കളയോ ഇത്? ഏട്ടാ ചെറിയ കാല് കളയോ? ഇല്ല, കളയോ പപ്പ? നല്ല തന്നെ, ഞാൻ തിന്നാം. വിഷമൊന്നും ഇല്ലല്ലോ. ഇല്ല. സോ നമ്മൾ ആദ്യം എൻ്റെ കാല് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കം വിത്ത് മീ ടു ഞണ്ട് ക്ലീൻ. അതായിരിക്കും തമ്മിൽ. വീഡിയോ എടുത്തരാൻ കള്ള അനിയൻ വരൂല. കാശിയാന്ന് വീഡിയോ എടുത്തരോ? വാ, വിളിച്ചപ്പോ തന്നെ വാങ്ങുന്നു എടുക്കാൻ. ഇനി ഇതിന്റെ ഷെല്ല് നമ്മൾ പൊളിച്ചെടുക്കണം. വാവ്, സിമ്പിൾ. ഷെല്ല് നമ്മൾ പൊളിച്ചെടുത്തു. ഇത് നമുക്ക് കളയാം. ഇതിനകത്തൊന്നും ഇല്ലല്ലോ, അതാ വേണ്ടല്ലോ. ഇനി ഇതിനകത്തൊരു എനിക്ക് ഞണ്ട്, കൊഞ്ച്, കാണാറൊക്കെ വൃത്തിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ ഒരു അറിവിൽ പപ്പ ഇത് ഇടാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അയ്യോ പപ്പ ഒന്ന് നോക്കോ, ഇത് പപ്പ ഇടോ ഈ പൂ പോലത്തെ? അയ്യോ ഏട്ടാ, ഇത് ഈ മൊസമ്പിയിലൊക്കെ ഉള്ള പോലത്തെ. ഇതിന്റെ അകത്താണ് കഷ്ണം. കണ്ട, എനിക്ക് പപ്പ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പപ്പ ഭയങ്കര ഷെഫാണ്. പപ്പ അങ്ങനെ വലുതാകുമ്പോ ഹോട്ടൽ മാനേജ്മെന്റിന് പഠിക്കും. സാധാരണ അവള് വലുതായി ജോലി കിട്ടി ചേട്ടന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കും. എന്നിട്ട് പപ്പ വീട്ടിൽ ഇരുന്ന് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇതെന്തിര് ഇത് മാറ്റിത്താമ? പേടിയാവുന്നു എനിക്ക്. സോ നമ്മൾ അടുത്ത ഞണ്ടെടുത്ത് പറഞ്ഞുതരാം. ഇതാ കാല് മൊത്തം ഇത് ഒടിഞ്ഞിരിക്കുന്ന കാല്. പാവം, ഫ്രാക്ചർ പറ്റിയതാണ് അതിന്. ഇത് എളുപ്പത്തിന് ഇങ്ങനെ വരും. നിങ്ങൾ വിചാരിക്കും ഞണ്ട് വൃത്തിയാക്കാം. ഞാൻ വലിയ ഞണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പണ്ടൊരു വട്ടം. കാരണം പപ്പയുടെ സ്ഥലത്ത് നിന്ന് വരുമ്പം അവിടെ മീന് ഭയങ്കര ലാഭമാണ്. അപ്പൊ പപ്പ മീൻ വാങ്ങുമ്പം ഞണ്ട് വാങ്ങും. ഞണ്ടോ കൊഞ്ചോ അങ്ങനെ എന്തെങ്കിലും വാങ്ങും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വാങ്ങും. എനിക്കിഷ്ടമായുണ്ട്. ഇനി ഇതിന്റെ തോട് നമുക്ക് ഇങ്ങനെ ഇളക്കാം. കണ്ട, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. ഒരു വൃത്തികെട്ട സംഭവം കണ്ട. ഇതിനെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പൂവാണ്. തോട് ഫുള്ള് നമ്മൾ കളഞ്ഞ് ഈ പൂവും വൃത്തിയാക്കണം. അതായത് ഇങ്ങനെ ഫുള്ളങ്ങ് കളഞ്ഞാൽ മതി. അതങ്ങ് ഈ വേസ്റ്റ് സംഭവം വീഡിയോ എടുക്കാൻ വരണ്ട. ഇല്ലാന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണിച്ചു തരായിരുന്നു. വീഡിയോ മാറാം. എന്ന് വിളി അമ്മ. അവൻ വന്ന് ഗൈസ് കാശി വീഡിയോ എടുക്കാൻ. നല്ല കുട്ടി. ഇതൊന്നിങ്ങനെ ഇത് ഓടിച്ചങ്ങ് ഇടതാ. വരല്ലേ ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കണേ. ഇതിരിക്കുന്ന സൈഡിൽ നിന്ന് ഓപ്പോസിറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. വന്നോളും. ഇതിനെന്തോ വന്നു. ഇതാ ഇനി ഈ ഷെല്ല്
ഇതിന് വെള്ളം വീഴണം അതിനകത്തോട്ട്. കഴിവൂലേ ഇത്? കുഴപ്പമില്ല. ഷെല്ല് ഇങ്ങനെ നമുക്ക് നഖം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു കയ്യിൽ നഖം മതി. ഞാൻ 2 കയ്യിലും വളർത്തി വെച്ചിട്ടുണ്ട്. ഈ ഷെല്ല് ഇതേപോലെ ഈസിലി വരും. ഒരു പാടുമില്ല. ഇങ്ങോട്ട് കളയാം. എന്നിട്ടിതാ ഇതിനതാ ഇങ്ങോട്ടാക്കിയിട്ട് എന്താ മാംസവും ഇതൊക്കെ ഇങ്ങനെ. ഇതിൽ പൂവുണ്ട്, മീനിനുള്ള കണക്ക് ഇതിനും ഗിൽസ് ഉണ്ട്. സോ അതും നമ്മളങ്ങ് വൃത്തിയാക്കുക. എടുത്തോ ചേടാ. നന്നായിട്ട് ഇതും കളയണം. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇതിന്റെ തോട് നമ്മൾ ആദ്യം കളയാം. രാവിലെ വല്ല വീഡിയോ ഇട്ടാ പിന്നെ ഈ കാല് മൊത്തം നമ്മളങ്ങ് പൊട്ടിച്ചങ്ങിടുക. സെയിം ആ പരിപാടി തന്നെ. ഇത്രേ ഉള്ളൂ ഒരു ഞണ്ടിനെ വൃത്തിയാക്കാം. നമുക്കെല്ലാം വൃത്തിയാക്കി ഇതിന് കാണാം.